നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് നന്നായി തണുത്ത 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇത് കേക്കിനൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണിത്. ക്രീം ഈ ഒരു പരുവത്തിൽ വേണം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ല മധുരമുള്ള മാങ്ങ നന്നായി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. നാരുള്ള മാങ്ങയാണെങ്കിൽ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. കൂടുതൽ മാംഗോ പൾപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 125 ml ആണിത്. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇനി ഇത് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സോഫ്റ്റ് പീക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് നിർത്തണം. എന്നിട്ട് ഈ പൾപ്പെല്ലാം ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രീമിനകത്തുള്ള ബട്ടർ സെപ്പറേറ്റ് ആവും. അപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. അലൂമിനിയം പാത്രത്തിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ നമ്മുടെ ഐസ്ക്രീം സെറ്റായി കിട്ടും. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ഒരു ക്ലിയർ ആപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽ ആകാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു 6-7 മണിക്കൂറോളം ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നന്നായി ഫ്രീസായിരിക്കുവാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇത് സ്കൂപ്പ് ചെയ്തൊരു ബൗളിലേക്ക് എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാംഗോ പീസും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.